ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റ്സിലേക്ക് പോവാം. ലൈവിൽ നമ്മുടെ ക്യാപ്റ്റൻ ആയിട്ടുള്ള സാബുമാൻ ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടി കേട്ടോ. എല്ലാവരെയും കൂട്ടി ഒരു മീറ്റിംഗ് സാബുമാൻ ഇപ്പൊ വിളിച്ചു കൂട്ടിയിരുന്നു ലൈവിനകത്ത്. അപ്പൊ എല്ലാവരും അവിടെ വന്നിരുന്ന് സംസാരിക്കാനായിട്ട് തുടങ്ങി. അപ്പൊ അനീഷിന് ഒരു സ്പേസ് കൊടുത്തു സംസാരിക്കാനായിട്ട്. അപ്പൊ അനീഷ് ഇങ്ങനെ കിട്ടിയ ഒരു അവസരത്തിൽ വെച്ചങ്ങ് കാച്ചുമായിരുന്നു കേട്ടോ. അനീഷിന്റെ ഒരു എന്താ പറയാ ആവേശവും അഗ്നിവേശവും എല്ലാം കൂടെ വെച്ചിട്ട് അനീഷ് അങ്ങോട്ട് വെച്ചങ്ങ് അലക്കുമായിരുന്നു. നിങ്ങൾ എന്ത് പറഞ്ഞാലും അനീഷ് ചേട്ടൻ 3 തവണ പറഞ്ഞു, അനീഷ് ചേട്ടൻ 4 തവണ പറഞ്ഞു എന്നാണ് പറയുന്നത്. അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് അനീഷ് ആര്യന് നേരെയും പിന്നെ അക്ബറിന് നേരെയും ഒക്കെ കിടന്നങ്ങ് ചാടുകയാണ്. അപ്പൊ ഇവര് പ്രൊവോക്ക് ആവാതിരിക്കാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട് കേട്ടോ. അക്ബറും ആര്യനൊക്കെ കടിച്ചു പിടിച്ച് നിൽക്കുകയാണ്. എന്നിട്ട് തന്നെ ആര്യൻ 1-2 ഗോഷ്ടി കാണിച്ച ഇടയ്ക്ക്. കുറച്ച് നാളായിട്ട് ഇല്ലാതിരുന്നതായിരുന്നു ഈ ഗോഷ്ടി കാണിക്കൽ പരിപാടിയൊക്കെ വീണ്ടും തുടങ്ങി. അനീഷ് ഇങ്ങനെ വാതോരാതെ സത്യങ്ങൾ വിളിച്ചു പറയുമ്പോൾ ഇവർക്കൊന്നും ചെയ്യാനില്ല. കൗണ്ടർ ചെയ്യാൻ വേറെ പോയിന്റ് ഒന്നും പറയാനില്ലാത്തതുകൊണ്ട് എണീറ്റ് പോവുകയൊക്കെ ചെയ്തു. ഷാനവാസ് എണീറ്റ് പോയി, ആദ്യം നെവിൻ അതിന് പുറകെ പോയി, പിന്നെ അക്ബറും എണീറ്റ് പോയി. അപ്പൊ ആര്യം മാത്രം അവിടെ നിന്നിട്ട് ഈ ഗോഷ്ടി കാണിക്കുന്നുണ്ട്. പിന്നെ എന്തൊക്കെയോ പറയുന്നുണ്ട് അനീഷിന് നേരെ. പിന്നെ ആദിലയും നൂറയൊക്കെ അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ കൂന്ന് പറഞ്ഞ് കൂവുന്നുണ്ട്. അനീഷിനെ കൊണ്ട് സംസാരിക്കുന്നത് നിർത്തിപ്പിക്കാൻ വേണ്ടിയാണ് ഇവരൊക്കെ ചെയ്യുന്നത് കേട്ടോ. സാബുമാൻ പറയുന്നുണ്ട് ഇനി അനീഷേട്ടനുമായിട്ട് ഒരു മീറ്റിംഗ് വിളിച്ചിരുത്തുവാണ് അനീഷേട്ടനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വിഷയം ഏറ്റവും ലാസ്റ്റ് എന്ന് സാബുമാൻ പറയുന്നുണ്ട്. പിന്നെ അനീഷ് ആ ഒരു മോർണിംഗ് ആക്ടിവിറ്റിയുടെ കാര്യത്തിൽ ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കുന്നുണ്ട്. ടാസ്ക് മനസ്സിലായിട്ടില്ല എന്ന് ഇവര് പറയുന്ന ആ ഒരു ആരോപണം അതിനെ വളരെ ഗംഭീരമായിട്ട് അനീഷ് അഡ്രസ്സ് ചെയ്യുന്നുണ്ട്, അതിനെ ഡീൽ ചെയ്യുന്നുണ്ട്. അത് ടാസ്ക് മനസ്സിലാവാഞ്ഞിട്ടല്ല, ആദ്യം പോകാൻ എനിക്കുള്ള ആ ഒരു കോൺഫിഡൻസ് അത് ആരും പോവാതിരുന്നപ്പോ തൊട്ട് തുടങ്ങി എനിക്കുണ്ടായിരുന്ന ഒരു കോൺഫിഡൻസ് ആണ്. 11 ആഴ്ചയായി നിങ്ങൾക്ക് ഇപ്പോഴും ഇതൊക്കെ പറയാനുള്ളൂ എന്ന് പറഞ്ഞിട്ട് അനീഷ് അങ്ങ് വെച്ചങ്ങ് കാച്ചാണ്. പെർഫോമൻസ് ആയിരുന്നു ലൈവിനകത്ത് കേട്ടോ, പറയാതിരിക്കാനായിട്ട് പറ്റത്തില്ല, അടിപൊളിയായിരുന്നു. അപ്പോൾ ഇവര് എല്ലാവരും കൂടി ഇരുന്ന് ഈ ഒരു മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് ഈ 3-4 പേര്, ആണുങ്ങൾ 4 പേര് എണീറ്റ് പോയി. അത് വളരെ മോശമായി പോയി കേട്ടോ. ക്യാപ്റ്റനെ ഡിസ്റെസ്പെക്ട് ചെയ്യുന്നതിന് തുല്യമാണ്, അപമാനിക്കുന്നതിന് തുല്യമാണ്. ആകെ അവിടെ ഇരുന്നത് ലക്ഷ്മിയും അനുമോളും പിന്നെ ആദില നൂറയുമാണ്. പിന്നെ അനീഷും അവിടെ ഇരിക്കുന്നുണ്ട് ക്യാപ്റ്റൻ പറയുന്നത് കേൾക്കാനായിട്ട്. അക്ബറും ആര്യനൊക്കെ ഇങ്ങനെ എണീറ്റ് പോയതിനോട് എനിക്ക് യോജിക്കാനായിട്ട് പറ്റില്ല. ഷാനവാസും നെവിനും ഇവർ 4 പേര് എണീറ്റ് പോയതിനോട് ഒട്ടും തന്നെ യോജിക്കാനായിട്ട് പറ്റില്ല. ക്യാപ്റ്റന് കൊടുക്കുന്ന ഒരു ബഹുമാനമാണ് അവിടെ ഇരുന്ന് ക്യാപ്റ്റൻ പറയുന്നത് കേൾക്കുക എന്നുള്ളത്. അപ്പൊ അതിന് നിന്ന് കൊടുക്കാതെ അങ്ങ് എണീറ്റ് പോവുകയാണ്. ഹൗസിലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആ ഒരു എന്താ പറയാ ഡ്യൂട്ടീസ് കാര്യങ്ങൾ എല്ലാത്തിനെ പറ്റിയും ക്യാപ്റ്റൻ സംസാരിക്കും, എല്ലാത്തിനെയും ക്യാപ്റ്റൻ അഡ്രസ്സ് ചെയ്യും. അപ്പൊ അതിനായിട്ടാണ് മീറ്റിംഗ് വിളിച്ചു കൂട്ടിയത്. ഒരു കാര്യം എന്തായാലും വിജയിച്ചു. എല്ലാവരെയും ഒരു നിമിഷത്തേക്കെങ്കിലും ഒന്ന് വിളിച്ചു കൂട്ടി ഇരുത്താനായിട്ട് സാബുമാനെ കൊണ്ട് പറ്റി. അത് തന്നെ ഞാൻ ഞെട്ടിപ്പോയി. കാരണം ക്യാപ്റ്റനോ നീ പോടാ എന്ന് പറഞ്ഞ് സ്വന്തം വഴിക്ക് പോകുന്ന ടീംസാണ് ഈ സീസണിലുള്ളത്. ക്യാപ്റ്റനൊന്നും ഒരു വിലയില്ല ശരിക്കും. സാബുമാൻ ക്യാപ്റ്റൻ ആയപ്പോഴാണ് ഇച്ചിരിയെങ്കിലും എന്തെങ്കിലും ഒരു വില വന്നതെന്ന് തോന്നുന്നു. കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും കാണാം.